ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ കുറെ നേരമായിട്ട് അനീഷും അനുമോളും കൂടി ഇരുന്ന് ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനീഷിനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചപ്പോഴാണ് ഈ ടോക്ക് നിന്നത് കേട്ടോ. കുറെ നേരം ഇവരുടെ ഒരു സംസാരം ഉണ്ടായിരുന്നു. ഞാൻ അനുമോളെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അനീഷ് പറയുന്നുണ്ട്. അനുമോള് പറയുന്നുണ്ട്, ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ഇപ്പൊ അക്ബർ പഴയ കാര്യങ്ങൾ എടുത്തിട്ടാൽ എനിക്ക് ഒരു വിഷമവും ഇല്ല. അതേപോലെ നെവിൻ, അവരുടെയൊക്കെ സ്വഭാവം അതാണ്. ഇവരൊക്കെ കൂടെ നിന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന സമയത്ത് എനിക്ക് നല്ല വിഷമമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിലേടെയും നൂറയുടെയും കാര്യമാണ് പറയുന്നത്. ഉടനെ അനീഷ്, അപ്പൊ അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും അനുമോളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? ഫൈനൽ 5 വന്നതിന്റെ അഹങ്കാരം എന്നൊക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിരുന്നല്ലോ. അപ്പൊ അനുമോള്, ഞാനിപ്പോ എവിടെയും എത്തിയിട്ടില്ല. ഈ ആഴ്ച ചിലപ്പോ ഞാൻ പുറത്തു പോയേക്കാം. പക്ഷെ അവള് പറഞ്ഞത് PR-ന്റെ ബലത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്നാണ്. ബിഗ് ബോസ് എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചപ്പോഴും ഞാൻ ചോദിച്ചത്, എന്നെ PR-ന്റെ ബലത്തിലാണോ നിർത്തിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ നിൽക്കില്ല എന്നാണ് ഞാൻ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞത്. പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയിരിക്കുന്നത് എന്ന് ബിഗ് ബോസ് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിന്നതെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് കേട്ടോ. അക്ബർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇത്രയും ക്ലോസ് ആയിട്ട് നിന്നവര് എന്റെ അടുത്ത് ഇത് പറയുമ്പോ എനിക്ക് വിഷമമായി എന്നാണ് അനുമോള് പറയുന്നത്. അതിലൂറായിട്ടുള്ള ഒരു വഴക്ക് ഇതുവരെ കോംപ്രമൈസ് ആയിട്ടില്ല. ഉടനെ അനീഷ്, അവരുടെ ഭാഗത്തുനിന്ന് അവര് പറയുന്നതാണ് അവർക്ക് ശരി. അനുമോൾ അവരോട് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്? ഇതൊന്ന് സോൾവ് ആക്കിക്കൂടെ എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. ഉടനെ അനുമോള്, ഞാൻ അവിടെ പോയി ഇരിക്കുന്നത് PR-ന് കട്ട് ചെയ്യാൻ വേണ്ടിയാണെന്ന് രണ്ടുപേരും എന്നോട് പറഞ്ഞു. അത് ക്ഷമിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അനുമോള് നിൽക്കുന്നത് കേട്ടോ. ഉടനെ അനീഷ്, എനിക്കൊരു വഴക്ക് നീട്ടിക്കൊണ്ട് പോകാനൊന്നും ഒരിക്കലും താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് അനുമോള്. അത് ചേട്ടന്റെ ക്യാരക്ടറാണ്. എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉള്ളിൽ കിടക്കും. എന്ത് വഴക്കുണ്ടാക്കിയാലും അതിന്റെ ഉള്ളിൽ കിടക്കും. അപ്പൊ ഇതൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ ടോപ്പിക് ഇങ്ങനെ ഡൈവേർട്ടായി പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംസാരം കേട്ടിരിക്കാൻ രസമാണ്, അതാണ് സത്യം. അനീഷ്, ഇവിടുന്ന് പോകാൻ എനിക്ക് 1% പോലും ഇഷ്ടമില്ല. ഈ ഷോ 100 അല്ല 500 അല്ല 1000 ദിവസം നടന്നാലും എനിക്ക് ഈ വീട് വിട്ടു പോകാൻ ഇഷ്ടമില്ല. അത്രമാത്രം ഒറ്റപ്പെടൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീടിനെയും ഇവിടുത്തെ മനുഷ്യരെയും ഞാൻ അത്രമേൽ സ്നേഹിക്കുന്നു. അവരും എന്നെ സ്നേഹിക്കുന്നു. രാത്രിയാവാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. കാരണം ഫാസ്റ്റ് ആയിട്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. കുറെ നാളായിട്ടൊരു മെക്കാനിക്കൽ ലൈഫ് ആയിരുന്നു എന്റെ. ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു വഴക്കുണ്ടായാലും സ്നേഹത്തോടെ പെരുമാറുന്ന മനുഷ്യനെ കാണുന്നത്. ഒരുപാട് കാശുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്നേഹിക്കപ്പെടാൻ ആളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് വരും കടലാസ് കഷ്ണമാണ്. അങ്ങനെയുള്ള രീതിയിലൊക്കെ ഫിലോസഫി ഒക്കെ അടിക്കുന്നുണ്ട്. അതിലൊരു അർത്ഥം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അനുമോള്, ഇവിടുന്ന് ഇറങ്ങിയിട്ട് ചേട്ടൻ എന്ത് ചെയ്യും? അനീഷ്, ഇവിടുത്തെ ലൈഫിൽ ഞാൻ വളരെയേറെ സന്തോഷവാനാണ്. ഈ ഷോ അവസാനിക്കുന്നു എന്ന് എല്ലാവരും ഇവിടെ വിട്ടു പോകണമെന്നൊക്കെ പറയുന്നത് എനിക്ക് സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ പറ്റില്ല. എനിക്കിതൊരു കംഫർട്ടബിൾ സ്പേസ് ആണ് എന്ന് അനീഷ് പറയുന്നുണ്ട്. അനുമോള്, ഈ വീട്ടിൽ നിന്നും ആളുകൾ പുറത്താവുമ്പോൾ അനീഷേട്ടന് വിഷമം ഉണ്ടായിട്ടുണ്ടോ? അനീഷ്, ആദ്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് വല്ലാത്ത വേദനയായിരുന്നു ഓരോരുത്തർ പുറത്താകുന്നത്. പിന്നെ അനുമോള് ചോദിക്കുന്നുണ്ട്, അപ്പൊ ചേട്ടൻ വീട്ടിലെ അച്ഛൻ, അമ്മ, ബ്രദർ ഇവരോട് ആരോടും മിണ്ടാറൊന്നും ഇല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ്, 3 പേരേ ഉള്ളു, എത്രയെന്ന് വെച്ചിട്ടാണ് മിണ്ടുന്നത്? ഇവിടുത്തെ പോലെ ഒത്തിരി ആളുകളൊന്നും ഇല്ല. അപ്പൊ അനുമോള്, ചേട്ടൻ ഇവിടുന്ന് ഇറങ്ങുമ്പോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ചേട്ടന്റെ അടുത്തേക്ക് ആളുകൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കും. ഒരുപാട് പേര് ചേട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതെനിക്ക് അറിയാം. പിന്നെ ചേട്ടൻ വീട്ടിന് പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ 2 കൊല്ലത്തെ കാര്യം പറയുന്നു. റൂമിനുള്ളിലായിരുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ പൈസ ഇല്ലായിരുന്നു. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് അനീഷിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നത്. ഇതൊക്കെയായിരുന്നു ലൈവിൽ നടന്നത്. നല്ല സംസാരമായിരുന്നു കേട്ടോ. രണ്ടുപേരും കൂടി ഇരുന്ന് ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. ആദിലാനൂറായിട്ടുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിനെ പറ്റിയാണ് പ്രധാനമായിട്ടും അനീഷ് അനുമോളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അനുമോൾ അത് സോൾവ് ആക്കാൻ തയ്യാറാകുന്നില്ല. അതില് അനീഷിന്റെ നിലപാട് തന്നെയാണ് കറക്റ്റ്. എന്തിനാണ് വെറുതെ നമ്മൾ ഇങ്ങനെ ഗ്രഡ്ജ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്? അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ആദിലാനൂറ മറിച്ചാണ് കേട്ടോ. അവർക്ക് ഇത് വൈകുന്നേരം ലൈറ്റ്സ് ഓഫിന് ശേഷം ഇരുന്ന് അനുമോളുടെ അടുത്ത് സംസാരിക്കാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു വഴക്ക് അങ്ങനെ സോൾവ് ചെയ്യാനായിട്ടായിരിക്കും. എന്തായാലും അനീഷിന്റെ ഒരു മൈൻഡ് സെറ്റ് കണ്ടില്ലേ? 100 ദിവസം കഴിഞ്ഞാലും എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ട്, 500 ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും. ആ രീതിയിലാണ്. ബിഗ് ബോസ് വീടിനെ അനീഷ് അത്രമേൽ ഇഷ്ടപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വെറും ഒരു ഗെയിമോ ഷോയോ ഒന്നും അല്ല. ആ ഷോയിലെ ഒരു എന്താ പറയാ, പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ഉള്ളിലേക്ക് എടുത്ത് ഉൾക്കൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അനീഷിനെ ഇത്രയും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ വെറുതെ അവിടെ ഷോ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും തന്നെ അനീഷ് ചെയ്തിട്ടില്ല.
അതൊരു വീടാണെന്നും വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളാണെന്നും വീട്ടിൽ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണെന്നും ഒക്കെ അനീഷിന് എപ്പോഴും ബോധ്യമുണ്ട്. കൺഫെഷൻ റൂമിൽ ഇരുന്ന് അനീഷ് സംസാരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണെങ്കിലും നമുക്ക് ഇതെല്ലാം മനസ്സിലാവും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. കൺഫെഷൻ റൂമിൽ ഇരുന്ന് നെടുനീളം ഡയലോഗ് അടിക്കുന്നുണ്ട്. അനുമോളുടെ അടുത്ത് പറഞ്ഞതിന്റെ ബാക്കി എന്ന പോലെ ഇരുന്ന് പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ അടുത്ത്. ഇതൊക്കെയായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റ്സ്.